അപ്പോൾ നമ്മൾ ഇന്നത്തെ പത്രങ്ങളിൽ തുടങ്ങുകയാണ്. നമുക്കിന്ന് ഒട്ടേറെ പത്രങ്ങളുണ്ട്. ആ പത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോകാം. ചന്ദ്രിക, ഇന്ത്യൻ എക്സ്പ്രസ്, ദേശാഭിമാനി, ഹിന്ദു, മാതൃഭൂമി, മലയാള മനോരമ, സുപ്രഭാതം, മാധ്യമം, ഇത്രയും പത്രങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുന്ദരമായൊരു വാർത്താപ്രഭാതത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നവംബർ മാസം 22-ാം തീയതി, വൃശ്ചിക മാസം 7 വെള്ളിയാഴ്ച. അപ്പോൾ മാധ്യമം കയ്യിൽ പിടിച്ചോട്ടെ. ദെൻ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ ഒന്ന് നോക്കണം. ഇന്ന് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദേശാഭിമാനിയുണ്ട്, ദ ഹിന്ദു ഉണ്ട്, മാതൃഭൂമിയും മലയാള മനോരമയും ഉണ്ട്. അപ്പോൾ നമുക്ക് മനോരമയിൽ നമുക്ക് തുടങ്ങാം. പ്രധാനപ്പെട്ട പത്രങ്ങളുടെ എല്ലാം ലീഡ് വാർത്തകളായിരിക്കും ആദ്യം ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുക. അതിനുശേഷം മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം. നമ്മൾ മനോരമയിലെ അദാനിയുടെ അമേരിക്കയിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന അറസ്റ്റ് വാറണ്ടാണ്. കൈക്കൂലി ഇടപാട് US-ൽ കുറ്റപത്രം, അറസ്റ്റ് വാറണ്ട് എന്ന പേരിലാണ് പത്രം ആ വാർത്ത ലീഡ് വാർത്തയായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 2092 കോടി രൂപയുടെ കൈക്കൂലി മറച്ചുവെച്ച് US-ൽ നിക്ഷേപ സമാഹരണം, ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഒറ്റ ദിവസം കൊണ്ട് 2 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടായിരിക്കുന്നു എന്നാണ്. വലിയ തിരിച്ചടിയാണ് ഗൗതം അദാനിക്ക് ഏറ്റിരിക്കുന്നത്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് ശേഷം അദാനി നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം കൂടിയായിരിക്കും അത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാരുകളിലെ ഉന്നതരുമായി അപ്പോൾ കേരളം ഉണ്ടോ എന്തോ 2092 കോടി രൂപയുടെ കൈക്കൂലി ഇടപാട് നടത്തിയെന്നാരോപിച്ച് വ്യവസായി ഗൗതം അദാനി അടക്കം 8 പേർക്കെതിരെ US കോടതിയിൽ കുറ്റപത്രം. ഗൗതം അദാനിക്കും സഹോദരപുത്രൻ സാഗർ അദാനിക്കുമെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന പുതിയ വിവാദം തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനം പ്രക്ഷുബ്ധമാക്കിയേക്കും. അദാനി ഗ്രീൻ എനർജി കമ്പനി ഉൽപ്പാദിപ്പിച്ച സൗരോർജ്ജം ഉയർന്ന വിലയ്ക്ക് സംസ്ഥാനങ്ങൾ വാങ്ങാനായി കൈക്കൂലി നൽകി എന്നാണ് കേസ്. ഏതൊക്കെ സംസ്ഥാനങ്ങളുണ്ടെന്നറിയോ? ആന്ധ്രാപ്രദേശ് കൈക്കൂലി കൊടുത്ത സംസ്ഥാനം, ഒഡീഷ, ജമ്മു കാശ്മീർ, തമിഴ്നാട്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാന സർക്കാരുകളിലെ ഉന്നതരാണ് ഇതിൽ ഉൾപ്പെട്ടത്. കൈക്കൂലിക്കാര്യം മറച്ചുവെച്ച് US-ൽ നിന്ന് അദാനി ഗ്രൂപ്പ് നിക്ഷേപ സമാഹരണം നടത്തി. ഇത് US-ലെ അഴിമതി വിരുദ്ധ നിയമത്തിനെതിരാണ്. ബോണ്ട് തട്ടിപ്പടക്കം 5 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. US അഴിമതി വിരുദ്ധ നിയമപ്രകാരം കമ്പനികൾ ബിസിനസ് നേട്ടങ്ങൾക്കായി വിദേശ സർക്കാർ പ്രതിനിധികൾക്ക് കൈക്കൂലി നൽകുന്നത് നിയമവിരുദ്ധമാണ്. ഇത് മറച്ചുവെച്ച് നിക്ഷേപം സമാഹരിക്കാനും പാടില്ല. ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് തള്ളി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രീൻ എനർജിയുടെ ബോണ്ട് വിൽപ്പന നിർത്തിവെക്കുന്നതായും കമ്പനി അറിയിച്ചു. വാർത്ത പുറത്തു വന്നതോടെ അദാനി ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഓഹരികൾക്ക് 20% വരെ വിലയിടിവ് നേരിട്ടു. ഗ്രൂപ്പ് ഓഹരികളുടെ ആകെ വിപണി മൂല്യത്തിൽ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച നഷ്ടം 2 ലക്ഷം കോടി രൂപയുടേതാണ്. അദാനിക്ക് ഇത് വലിയ പ്രഹരമാണ്. അപ്പോൾ 5 കുറ്റങ്ങളാണ് ഗൗതം അദാനിക്കെതിരെ ന്യൂയോർക്കിൽ ചുമത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ അഴിമതി നിരോധന നിയമം പോലൊന്നുമല്ല. അമേരിക്കയിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് നിയമം തന്നെ, അത് കർശനമായി പാലിച്ചിരിക്കും എന്നുള്ളതാണ്. അതാണ് ഗൗതം അദാനിക്ക് കുരുക്കായിരിക്കുന്നത്. സൗരോർജ്ജം വിൽക്കുന്നതിന് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിലെ ഉന്നതർക്ക് പണം കൊടുത്തു എന്നാണ്. ഏകദേശം 2092 കോടി രൂപ, 2100 കോടി രൂപയിലധികം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഉന്നതർക്ക് അദാനി കൈക്കൂലി കൊടുത്തു എന്നാണ് കേസ് ന്യൂയോർക്കിലായതുകൊണ്ട് സ്വാധീനിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പാണ്. $20 കോടി സമാഹരിച്ചത് എന്നാണ് മനോരമ പത്രം പറയുന്നത്. അദാനി ഗ്രൂപ്പും ഡൽഹി കേന്ദ്രമായ ആഷർ പവറും 2021 കേന്ദ്ര സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കരാർ നേടിയത്. തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഈ പദ്ധതിക്കായി $20 കോടി വായ്പയായും ബോണ്ടുകളായും US-ൽ നിന്ന് അദാനി സമാഹരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. $20 കോടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും കുരുക്കാണ് അദാനിക്ക്. മാത്രമല്ല, പാർലമെന്റ് സഭ തുടങ്ങുമ്പോൾ അത് പാർലമെന്റിൽ കോൺഗ്രസ് ഉന്നയിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. മനോരമയുടെ പ്രധാന വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. മാതൃഭൂമിയിലോ അദാനി ഗ്രൂപ്പിന്റെ ഒരു വിശദീകരണം കൂടി മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദാനി ഗ്രൂപ്പ് വക്താവ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നു. കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ആരോപണ വിധേയർ നിരപരാധികളാണ്. നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഗ്രൂപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമെന്ന് നിക്ഷേപകർക്കും പങ്കാളികൾക്കും ജീവനക്കാർക്കും ഉറപ്പ് നൽകുന്നതായും ഗ്രൂപ്പ് വക്താവിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടുപോയി തുടങ്ങിയെന്ന് കമ്പനിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, 2 ലക്ഷം കോടി രൂപയൊക്കെ ഗ്രൂപ്പിൽ ഇടിയുക എന്ന് പറഞ്ഞാൽ ഓഹരിയുടെ വില ഇടിയുന്നത് 2ാം തവണയാണ്. നേരത്തെ ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ അതെ. അപ്പോൾ പക്ഷേ അതിൽ തൽക്കാലം സെബി കാത്തു. പക്ഷേ ഇന്ത്യയിൽ സെബി കാക്കും അദാനി, അമേരിക്കയിൽ എന്ത് എബി കാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കൈക്കൂലിക്ക് തെളിവ് ഫോണുകളിൽ എന്നാണ് അല്ലേ? 2020-നും 2024-നും ഇടയിൽ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സോളാർ കരാറുകൾ കിട്ടാൻ അദാനി $265 മില്യൺ, ഏകദേശം 2100 കോടി രൂപ കൈക്കൂലി നൽകിയെന്നും നിരവധി ഫോണുകളിൽ നിന്ന് ഇതിന്റെ തെളിവുകൾ ലഭിച്ചെന്നും അറ്റോർണി ഓഫീസ് ചൂണ്ടിക്കാട്ടി. സൗരോർജ്ജ പദ്ധതി കരാറുകൾക്കായി ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് 2100 കോടി രൂപയിലധികം വാഗ്ദാനം ചെയ്തത് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് അദാനിയെ രക്ഷിക്കാൻ
സെബി ഇല്ല എന്നാണ് പ്രത്യേകമായുള്ള കാര്യം. അപ്പോൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി അദാനി അമേരിക്കയിൽ എത്തിയാൽ അറസ്റ്റ് രേഖപ്പെടുത്തും, വിചാരണ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും. എന്തായാലും ഇന്ത്യയിൽ ഇത് പാർലമെന്റിൽ വലിയ കൊടുങ്കാറ്റാവും. കേരളത്തിലെ സോളാർ കേസ് പോലെ ആവില്ലായിരിക്കും അല്ലേ? അവിടെ അങ്ങനെ ഇല്ല, അവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല. അതുകൊണ്ട് അമേരിക്കയിൽ ആയതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ കർക്കശമായി പാലിക്കും. ഇനി ഇതാണ് പ്രധാനപ്പെട്ട വാർത്ത. എല്ലാ പത്രങ്ങളുടെയും ആദ്യ ലീഡാണ്. ഹിന്ദു പത്രത്തിൽ, നാഷണൽ പത്രത്തിലെ വാർത്ത കൂടി ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അദാനി ഇൻഡിക്റ്റഡ് ഇൻ US ഫോർ ബ്രൈബറി സെക്യൂരിറ്റീസ് ഫ്രോഡ്. Charges include promising over $250 million in bribes to Indian government officials to secure solar energy contracts, conspiracies to commit securities fraud. Adani Group denies allegations എന്നാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അദാനിയുടെ വാർത്ത കഴിഞ്ഞാൽ മലയാളത്തിലെ മറ്റു പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ലീഡ്, മാതൃഭൂമിയുടെ ലീഡും അദാനിയല്ലേ? അദാനിയാണ്. മറ്റൊരു സൈഡ് വാർത്തയായിട്ട് സജി ചെറിയാന്റെ വാർത്ത. ചന്ദ്രികയുടെ ലീഡോ? ചന്ദ്രികയിൽ യുദ്ധക്കുറ്റം, നെതന്യാഹുവിനെതിരെ ICC അറസ്റ്റ് വാറന്റ്. ICC അംഗത്വമുള്ള 120-ലധികം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്താൽ അറസ്റ്റ് ചെയ്യാം. ആ വിഷയത്തിലാണ് സജി ചെറിയാന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട ധാർമ്മികത മന്ത്രിക്ക് വേണ്ട എന്നാണ് മാധ്യമത്തിന്റെ ലീഡ്. അദാനിയും പിന്നെ അതിനുശേഷം നെതന്യാഹുവിന് ICC അറസ്റ്റ് വാറന്റ്, സജി ചെറിയാന്റെ വിവാദ പ്രസംഗം, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവ്. അതായത് നെതന്യാഹുവിന് ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച വാർത്ത മാധ്യമവും ചന്ദ്രികയും ആദ്യ പേജിൽ തന്നെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകുന്നു. മറ്റെല്ലാ പത്രങ്ങളും സജി ചെറിയാന്റെ കുരുക്ക് ഉണ്ട് അല്ലെ, സജി ചെറിയാന്റെ വിവാദ പ്രസംഗം, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവ്. ഞാൻ ആ വാർത്തയിലേക്ക് വരാം. ദേശാഭിമാനിയുടെ ലീഡ് കൂടി നമുക്കൊന്ന് നോക്കാം. ദേശാഭിമാനിയിൽ ഇതൊന്നുമല്ല ലീഡ്. താലൂക്ക് തല അദാലത്ത് ഡിസംബറിൽ തുടങ്ങും, പരാതി പരിഹരിക്കാൻ മന്ത്രിമാർക്കൊപ്പം ഉദ്യോഗസ്ഥരും, ചുമതല കളക്ടർമാർക്ക്. അപ്പോൾ നവകേരള സദസ്സിനു ശേഷം മറ്റൊരു വലിയ ക്യാമ്പയിനായി മാറുകയാണ്. താലൂക്ക് തല അദാലത്ത് ആരംഭിക്കുന്നു. ഒരുപക്ഷെ അതിനുശേഷം വീണ്ടും ഒരു നവകേരള സദസ്സ് വന്നേക്കാം. സൗരോർജ്ജ കരാറിന് 2029 കോടി രൂപ അദാനിക്ക് US അറസ്റ്റ് വാറണ്ട് എന്ന വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സജി ചെറിയാന്റെ വാർത്തയിലേക്ക് വരാം. സജി ചെറിയാന്റെ വാർത്ത നമുക്ക് മനോരമയിലെ വാർത്ത ഇങ്ങനെയാണ്. വീണ്ടും കുരുക്ക്, സജി ചെറിയാനെതിരെ അന്വേഷണം ആവശ്യമില്ലെന്ന മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പോലീസിനും കീഴ്ക്കോടതിക്കും വീഴ്ചയെന്ന് വിലയിരുത്തൽ. മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന കേസിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. തുടരന്വേഷണം ആവശ്യമില്ല എന്ന തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. ഭരണഘടനയോട് അനാദരവ് കാണിക്കുകയെന്ന ലക്ഷ്യം സജി ചെറിയാൻ ഇല്ലെന്നായിരുന്നു കീഴ്വായ്പൂർ പോലീസിന്റെ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവല്ല കോടതിയുടെ ഉത്തരവ്. സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ അന്വേഷണം ഏൽപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ച കോടതി താമസമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടു. പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും പുനരന്വേഷണം CBI ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. പോലീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം എന്നുകൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധൃതിയിലും വസ്തുതകൾ വിലയിരുത്താതെയുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനത്തിലെത്തിയത്. ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന, മതേതരത്വം, ജനാധിപത്യം, കുന്തം കൊടച്ചക്രം എന്നിങ്ങനെ മന്ത്രി സജി ചെറിയാൻ ഉപയോഗിച്ച വാക്കുകൾ ബഹുമാന സൂചകമായ വാക്കുകളാണെന്ന് പറയാനാവില്ല. ഇവ ഉപയോഗിച്ച പശ്ചാത്തലം അനുസരിച്ചാണ് ഭരണഘടനയോട് അനാദരവ് കാണിച്ചു എന്നതിന് ഉത്തരം ലഭിക്കേണ്ടത്. ഭരണഘടനയോട് അനാദരവ് കാട്ടാൻ ഉദ്ദേശമില്ലായിരുന്ന തീരുമാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എങ്ങനെ എത്തിച്ചേർന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത്. മന്ത്രി പറയുന്ന വാചകം രാജിവെക്കില്ല, ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കില്ല, എന്റെ പ്രസംഗത്തെക്കുറിച്ചല്ല, കേസ് അന്വേഷണത്തെക്കുറിച്ചാണ് കോടതി പറഞ്ഞത്. എന്റെ ഭാഗം കൂടി നീതി എന്ന നിലയിൽ കേൾക്കേണ്ടിയിരുന്നു. ഞാൻ കുറ്റക്കാരനാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. മാതൃഭൂമിയിലോ? മാതൃഭൂമി ഇതേ കാര്യങ്ങളാണ്. പ്രസംഗം കോട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 3 2022 പറഞ്ഞ പ്രസംഗം അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട്. വായിക്കണം. ആ പ്രസംഗം ഒരിക്കൽ കൂടി വായിച്ച് ഭരണഘടന അപമാനിക്കുന്ന കുന്തവും കുടച്ചക്രവും ഒക്കെയാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചന്ദ്രിക എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്? രാജി വേണം എന്നാണോ? അതെ, രാജി വേണം. അതാണ് ലീഡല്ലേ, ധാർമ്മികത മന്ത്രിക്ക് വേണ്ട എന്നാണ് അല്ലേ? അതെ, എഡിറ്റോറിയലും വരുന്നുണ്ട്. ഭരണഘടനാ വിരുദ്ധ പരാമർശം സജി ചെറിയാന് തിരിച്ചടി, ധാർമ്മികത മന്ത്രിക്ക് വേണ്ട എന്ന് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്. എഡിറ്റോറിയലിലും സമാനമായ വാർത്തയാണ്. മന്ത്രിക്ക് തുടരാൻ അർഹതയില്ല, ചന്ദ്രിക തീർത്ത് പറയുന്നുണ്ട്. രാജി എന്നുള്ളത് തന്നെയാണ് ചന്ദ്രിക ആവശ്യപ്പെടുന്നത്. രാജി ചന്ദ്രിക ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാജി ആവശ്യപ്പെട്ടിരുന്നു. മാധ്യമത്തിലോ? സജി ചെറിയാന്റെ വിവാദ പ്രസംഗം, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവ്. ഇതിൽ കോടതിയുടെ നിരീക്ഷണം കൂടി കൊടുക്കുന്നുണ്ട്. ഇതിൽ പ്രസംഗത്തിന്റെ CCTV ദൃശ്യങ്ങളും പെൻഡ്രൈവ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും അതിന്റെ ഫലം വരുന്നതിന് മുമ്പേ പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതും മജിസ്ട്രേറ്റ് കോടതി അത് സ്വീകരിച്ചതും തെറ്റായ നടപടിയാണെന്ന് സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയത്. അപ്പോൾ അതിന്റെ റിസൾട്ടുകൾ വരുന്നതിന് മുമ്പാണ് പോലീസ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല പോലീസ് ഇതിനകത്ത് നടപടിക്രമങ്ങളിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച എന്താണെന്ന് അറിയാമോ?
ഒന്ന് കോടതി ചോദിച്ചിരിക്കുന്നത് 17ാമത്തെ പാരഗ്രാഫിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നിട്ട് കോടതി എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം, എങ്ങനെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് ഭരണഘടനയോടുള്ള അനാദരവാണെന്ന് സ്വയം ബോധ്യപ്പെട്ടത്? CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല, ശബ്ദ പരിശോധനയുടെ ഫോറൻസിക് ഉത്തരം കിട്ടിയില്ല. ആകെ പ്രസംഗം കേട്ട മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ CPM അംഗങ്ങളോട് ചോദിച്ചു, ഭരണഘടനയുടെ അനാദരവ് കാണിച്ചിട്ടുണ്ടോ സുഹൃത്തെ? അപ്പോൾ പുള്ളി പറഞ്ഞു, ഭരണഘടനയുടെ അനാദരവ് കാണിച്ചിട്ടില്ല, അതെടുത്ത് കോടതി കൊടുത്തു. അതാണ് സംഭവിച്ചത്. ഒരു കേസിലെ 2 തവണ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടതുണ്ടോ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി. അതായത് ക്ലീൻ ചിറ്റ് കൊടുത്ത സന്ദർഭത്തിലാണ് മന്ത്രിയെ തിരിച്ചെടുത്തത്. അതായത് 2023 ജനുവരി മാസത്തിൽ ക്ലീൻ ചിറ്റ് ഈ കീഴ്വായ്പൂർ പോലീസ് കോടതിയിൽ കൊടുക്കുന്നു. ആ സമയത്ത് ക്ലീൻ ചിറ്റ് കൊടുത്ത പിന്നെ മന്ത്രിക്ക് തുടരാമല്ലോ, ധാർമ്മികതയുടെ പ്രശ്നമില്ല, അത് പറഞ്ഞാണ് കയറിയത്. ഇപ്പോൾ വീണ്ടും ബാക്ക് ടു സീറോ, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി. ഇപ്പോൾ ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുകയാണ്. അന്വേഷണം തുടങ്ങുമ്പോൾ കുറ്റമുക്തനാക്കിയിട്ടില്ല, ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയാണെങ്കിൽ മന്ത്രി രാജിവെക്കുക തന്നെ വേണം. രാജിവെക്കാതെ വഴിയില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധരും പറയുന്നത്. കോടതി കണ്ടീഷൻ കൂടി വെച്ചിട്ടുണ്ട്, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ തന്നെ വേണം. അതിന് എവിടെ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. കേരള പോലീസിലുണ്ട് കേട്ടോ. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരള പോലീസിൽ സത്യസന്ധരായ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും പക്ഷപാതരഹിതമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതാണ് കോടതിയുടെ വാക്കുകൾക്കിടയിലൂടെ വായിച്ച മനസ്സിലാവുക. കോടതി പറയുന്നത് ഒരു സാധാരണ ലോക്കൽ പോലീസ് ഇനി അത് അന്വേഷിച്ചാൽ പോരാ, പകരം അന്വേഷിക്കേണ്ടത് SHO അല്ല, ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കണം. കാരണം മന്ത്രി ഇരിക്കുന്നു, അധികാരത്തിൽ തുടരുന്നു എന്നതുകൊണ്ട്. അതുകൊണ്ട് മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുക, ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വരട്ടെ, അതിലും ക്ലീൻ ചിറ്റ് ഉണ്ടെങ്കിൽ ഇനി CBIയോ മറ്റേതെങ്കിലും ഏജൻസിയോ വന്ന് അന്വേഷിച്ചു കൊള്ളട്ടെ എന്നാണ് പറയുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി ഭരണഘടനയെ വിമർശിക്കുന്നതിനോ പുരോഗമനപരമായി അക്കാദമികമായി ഭരണഘടനയെ വിമർശിക്കുന്നതിനോ ആരും എതിരല്ല. ഇതിലെ തുടക്കത്തിൽ ഈ കേസ് വന്ന സമയത്ത് കേസല്ല, ഈ ആരോപണം വന്നപ്പോൾ എന്തിനാണ് രാജിവെക്കുന്നത് സജി ചെറിയാൻ ചോദിച്ചിരുന്നത്. അതെ, പിന്നീട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് രാജിവെക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. അത് വളരെ ഗൗരവമുള്ള പ്രസ്താവനയാണെന്ന്. അപ്പോൾ ആ പ്രസ്താവന ഗൗരവമുള്ളതാണെന്ന് ഇപ്പോഴും പാർട്ടി അതേ നിലപാടായിരിക്കും. അതുകൊണ്ടാണ് ഇന്നലെ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് നിയമ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കും. ഇതിനൊരു പ്രശ്നം കേവലം നിയമപരം മാത്രമല്ല, രാജ്യമൊന്നാകെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി BJPക്കെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നതിനിടയിലാണ് ആ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഒരു മന്ത്രി തന്നെ രംഗത്ത് വരുന്നത്. അത് ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ ദുർബലപ്പെടുത്തും. അതാണ് CPMനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. വേറൊരു നെറേറ്റീവ് വരുന്നുണ്ട്. ഓർഗനൈസറിൽ എന്താണോ 1949 നവംബർ മാസം 30-ാം തീയതി ഈ ഭരണഘടനയെക്കുറിച്ച് എഴുതിയിരുന്നത്, അതേ കാര്യം തന്നെയാണ് RSSന്റെ നാവായി സജി ചെറിയാൻ മാറിയിരിക്കുന്നു എന്നാണ്. പക്ഷേ സജി ചെറിയാനെതിരെ ബൂർഷ്വാ ഭരണഘടന എന്ന പാർട്ടിയുടെ ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിമർശിച്ചത്. പക്ഷെ അത് കൈവിട്ടുപോയി. അല്ല, ഈ ഭരണഘടനയ്ക്കകത്ത് ഇന്ന കാര്യങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല. കുന്നം കുടച്ചക്രം പോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവഹേളിക്കുന്നതാണ് യഥാർത്ഥ. 2 വാചകങ്ങളാണ് അതിൽ പ്രശ്നം. ഒന്ന്, ഇത് കൊള്ളയടിക്കാൻ പറ്റിയ മനോഹരമായ ഭരണഘടന എന്നുള്ളതാണ്. കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയിൽ നിങ്ങൾ എങ്ങനെയാ വിശ്വസ്തതയും കൂറും പുലർത്തുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ? അതാണല്ലോ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പം സത്യപ്രതിജ്ഞ ലംഘനമാവും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഭരണഘടനയിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം കുടച്ചക്രം. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ മതേതരം ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളായിട്ട് കാണുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് കുന്തവും കുടച്ചക്രവുമാക്കി മാറ്റിയത്. അതാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലയിലേക്ക് കോടതി എത്തിയത്. തൽക്കാലം പാർട്ടി സജി ചെറിയാനെ കൈവിടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് സംഭവിച്ചത് തെറ്റന്നെയാണ്, കോടതി തള്ളി പറഞ്ഞു എന്നുള്ളത് വലിയ തിരിച്ചടിയാണ്. പക്ഷെ ഒരേ വിഷയത്തിൽ 2 തവണ രാജിവെക്കേണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്നുള്ളതാണ്. എന്തായാലും വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് കൂടി ചേരുന്നുണ്ട്, ഈ വിഷയം ചർച്ചയാവുമെന്നാണ് പറയുന്നത് മാധ്യമം. സജി ചെറിയാൻ ഇത് ആദ്യമായിട്ടല്ലല്ലോ, എത്ര തവണയാണ് ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് അല്ലേ? എത്ര എന്താ പറയുന്നത്, പ്രതിച്ഛായ പോകും, രാജി വേണ്ട, ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നാൽ ധാർമ്മിക പ്രശ്നം ഉയരുമെന്ന പാർട്ടി വിലയിരുത്തൽ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ സജി ചെറിയാൻ വീണ്ടും രാജിവെക്കുന്നത് സർക്കാരിനും പാർട്ടിക്കും കടുത്ത ആഘാതമുണ്ടാക്കുമെന്ന് CPMന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇല്ലെങ്കിൽ ഈ സർക്കാർ അവസാന നിമിഷം വരെ പഴി കേൾക്കേണ്ടി വരും. BJPയുടെ അതേ വാദം ഭരണഘടനയെക്കുറിച്ച് ഉന്നയിച്ചൊരു മന്ത്രി നിങ്ങളുടെ മന്ത്രിസഭയിലുണ്ട്. നേരത്തെ പറഞ്ഞ സജി ചെറിയാൻ അപകടത്തിൽ ചാടിച്ചത് ചന്ദ്രിക ഒരു ലേഖനമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് മന്ത്രിമാരുടെ മലയാള ഭാഷ എന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മുൻപ് നടത്തിയ പല പരാമർശങ്ങളും വിവാദമായത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് ചന്ദ്രിക അതിനെ വിമർശിക്കുന്നുണ്ട്. ഒരു മന്ത്രിയുടെ ഭാഗത്ത് സംഭവിക്കുന്ന വീഴ്ച പല തവണയാണ്. ഇപ്പൊ രഞ്ജിത്തിനെതിരെയുള്ള ഇത് കണ്ടില്ലേ, ഞാൻ സിനിമയൊന്നും കാണാറില്ല എന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത്. നോക്കൂ, അതിനേക്കാൾ വലിയൊരു വിയോജിപ്പുണ്ടോ ഇക്കാര്യത്തിൽ? അപ്പോൾ ചുരുക്കത്തിൽ കുന്തവും കുടച്ചക്രവും ഒക്കെ ഒണാട്ടുകര ഭാഷയായിരിക്കാം, പക്ഷേ അത് ഭരണഘടന മേലിട്ട് ഉപയോഗിക്കുമ്പോൾ വിക്ടിമാവുന്നത്, ഇരയാവുന്നത് ഭരണഘടനയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ ആശയങ്ങളാണ്. മന്ത്രി കൂടുതൽ കരുതലോടുകൂടി പ്രതികരിക്കണം. മാത്രമല്ല, പി രാജീവിനെ പോലുള്ളവർ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പുസ്തകം എഴുതുമ്പോഴാണ്, ഭരണഘടന ഉയർത്തിപ്പിടിച്ച് BJPയെ കേന്ദ്രത്തിൽ നേരിടുമ്പോഴാണ്
ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന, ഭരണഘടനയെ ഇകഴ്ത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ നിർഭാഗ്യവശാൽ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയിൽ നിന്നുണ്ടായത്. രാജിയല്ലാതെ മറ്റു പോംവഴിയില്ല. പക്ഷേ പാർട്ടി ഏതറ്റം വരെയും സംരക്ഷിക്കുമോ എന്നതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോൾ അദാനിയുടെ വാർത്ത വായിച്ചു, സജി ചെറിയാന്റെ വാർത്തയും വായിച്ചു. ഇത് രണ്ടുമാണ് എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജിലെ ലീഡായും സൂപ്പർ ലീഡായും കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഹിന്ദുവിൽ ഒരു വാർത്തയുണ്ടല്ലോ, കേരളത്തിലെ ഒരു വാർത്ത സജി ചെറിയാൻ കൂടാതെ. ഹൈക്കോർട്ട് ക്വാഷസ് കേസ് അഗെയിൻസ്റ്റ് ശ്രീധരൻ പിള്ളൈ ഫോർ ഹിസ് സ്പീച്ച് ഓൺ ശബരിമല കോൺട്രവേഴ്സി. ശബരിമലയിലെ വിവാദങ്ങൾ സുവർണാവസരമായി ഉപയോഗപ്പെടുത്തണമെന്ന നമ്മുടെ പി എസ് ശ്രീധരൻ പിള്ളയുടെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ, പാർട്ടി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്തെ സ്റ്റേറ്റ്മെന്റ് അതിപ്പോൾ ഹൈക്കോടതി അതിൽ വർഗീയ പരാമർശമില്ല എന്ന് കണ്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു അല്ലേ. യുവമോർച്ചയുടെ സംസ്ഥാന നേതൃയോഗത്തിലാണ് ശ്രീധരൻ പിള്ളി പ്രസംഗം നടത്തുന്നത്. മാധ്യമങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം മാധ്യമങ്ങൾ പുറത്തുനിന്ന് ബൈറ്റൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്ത് പോന്നു. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളില്ലാത്തൊരു വേദിയിൽ മാധ്യമങ്ങളില്ല എന്ന് കരുതിയാവാം ആ പ്രസംഗം നടത്തിയത്. പക്ഷെ അത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ യുവമോർച്ചയുടെ സ്റ്റേറ്റ് പേജിൽ വന്നിരുന്നു. അത് BS രഞ്ജിത്താണ് ബ്രേക്ക് ചെയ്തത്. അന്ന് BS രഞ്ജിത്ത് 24-ലായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട് അല്ലേ, മനോരമയിലായിരുന്നു ആണോ? പക്ഷേ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പിന്നീട് വലിയ ചർച്ചയായി മാറി. അപ്പോൾ BJP എവിടെ കണ്ടാലും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പിന്നെ ഫ്രെയിമായി. അതെ അതെ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ള പരാമർശം പൂർണ്ണമായും ഇപ്പോൾ ഹൈക്കോടതി PS ശ്രീധരൻ പിള്ള ഇപ്പം ഗോവ ഗവർണറാണ്, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഹിന്ദു പത്രം പ്രധാനമായിട്ടും ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. ഇനി മറ്റൊരു നമ്മുടെ സ്പോർട്സ് പേജിലേക്ക് കൂടി എത്തണം. അതിനു മുമ്പ് മാധ്യമത്തിൻ്റെ ഒരു എഡിറ്റോറിയലുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പാഴ്വസ്തു തെരഞ്ഞെടുപ്പുകളെ ഭീതിയുടെയും വർഗീയ വൈരത്തിൻ്റെയും മേളയാക്കുന്നത് തടയിടാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരമൊരു കമ്മീഷൻ? ഭരണകൂടത്തിന് താല്പര്യമുള്ളവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയോഗിക്കാൻ സൗകര്യമൊരുക്കും വിധത്തിലുള്ള ഭേദഗതികൾ ഒരുക്കിയ ശേഷം രാജ്യം 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരുന്നു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രകടവുമായിരുന്നു. വരും തെരഞ്ഞെടുപ്പുകളിൽ ഒരു സങ്കോചവും കൂടാതെ നൈതിക വിരുദ്ധമായി ഇത്തരം ചെയ്തികൾ നടത്താനുള്ള മുൻകൂർ അനുമതിയായി വേണം ഇതിനെയെല്ലാം കാണാൻ. ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള തെരഞ്ഞെടുപ്പുകളെ സംഘപരിവാരം ഭീതിയുടെയും വർഗീയ വൈരത്തിൻ്റെ മേളയാക്കി മാറ്റുന്നു എന്നാണ് മാധ്യമം പത്രത്തിൻ്റെ ഒരു വിമർശനമായി എഡിറ്റോറിയലായി ഉൾപേജിലുള്ളത്. സ്പോർട്സ് പേജിൽ എനിക്ക് തോന്നുന്നു മെസ്സി വന്നാൽ എന്താണ് സംഭവിക്കുക എന്നത് മെസ്സിയുടെ വാർത്ത ഇന്ന് സ്പോർട്സ് പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടില്ല. ഇന്ന് പെർത്തിൽ നടക്കാൻ പോകുന്ന ഇന്ത്യ ഓസ്ട്രേലിയ 1ാം ടെസ്റ്റിൻ്റെ വാർത്തയാണ് മനോരമ കായിക പേജിൽ കൊടുത്തിരിക്കുന്നത്. ഹാപ്പി പെർത്ത് ഡേ എന്ന തലക്കെട്ടിലാണ് പത്രം ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. മെസ്സി എത്തിയാൽ എല്ലാമായോ എന്ന് പത്രം ചോദിക്കുന്നു. കായിക കേരളത്തിൻ്റെ ദയനീയ ചിത്രങ്ങൾ പ്രമുഖ ഫുട്ബോൾ താരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. ലയണൽ മെസ്സിയും സംഘവും കേരളത്തിൽ പന്ത് തട്ടുന്നത് വീണ്ടും ചർച്ചയായതോടെ കേരളത്തിലെ കായിക മേഖലയുടെ ദുരവസ്ഥ പങ്കുവെച്ച് കേരളത്തിലെ ഫുട്ബോൾ താരങ്ങൾ. ഇന്ത്യൻ ഫുട്ബോൾ താരം ആഷിഖ് കുരുണിയൻ, ISL താരങ്ങളെ മുഹമ്മദ് മിർഷാദ് ലിയോൺ അഗസ്റ്റിൻ, സന്തോഷ് ട്രോഫി താരം ഗനി അഹമ്മദ് നിഗം, മുൻ അന്താരാഷ്ട്ര താരം റിനോ ആന്റണി എന്നിവരാണ് കേരളത്തിലെ കായിക ലോകത്തിന്റെ ദയനീയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. നാഷണൽ ഗെയിംസിനുള്ള കേരള ടീം റിസർവ് ടിക്കറ്റ് പോലുമില്ലാതെ ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ തൂങ്ങി യാത്ര ചെയ്യുന്നതിൻ്റെയും ബാഡ്മിന്റൺ താരം HS പ്രണോയ്, എൽദോസ് പോൾ, അബ്ദുള്ള അബൂബക്കർ എന്നിവർ അവഗണന കാരണം സംസ്ഥാനം വിടുകയാണെന്ന് പ്രഖ്യാപിച്ച വാർത്തയും ചിത്രങ്ങൾ. മെസ്സി വരും, എല്ലാം ശരിയാവുമെന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ആഷിഖ് ഉൾപ്പെടെയുള്ള താരങ്ങൾ പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ ഇത് ഗുരുതരമായി നമ്മുടെ ഗൗരവപൂർവ്വം സർക്കാർ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കായിക കേരളത്തിൽ ഫണ്ടില്ല എന്നത് മനസ്സിലാക്കും, പക്ഷേ ആ ഫണ്ടിങ്ങിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ സ്വകാര്യ ഏജൻസികളൊക്കെ തയ്യാറാണ് പലപ്പോഴും. അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇനിയിപ്പോൾ ഏറ്റവും വലിയ വിവാദമാകാൻ പോകുന്ന കാര്യം മെസ്സിയെ കൊണ്ടുവരാൻ ഇത്ര കോടി ചെലവാക്കണോ, ആ കോടികൾ കേരളത്തിന്റെ കായിക വികസനത്തിന് വേണ്ടി ചെലവഴിക്കണം. കണക്കുകൾ പ്രകാരം 100 കോടി രൂപയ്ക്ക് അടുത്ത് വരും മെസ്സിയെ കൊണ്ടുവന്ന് കേരളത്തിൽ കളിപ്പിക്കാൻ എന്നാണ്. ഒന്ന്, അർജന്റീനയ്ക്ക് പൈസ കൊടുക്കണം. അവരുടെ ട്രാവൽ എനിക്കൊന്ന് 80 കോടിയോ മറ്റോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്താലേ ആ ടീം വന്ന് കളിക്കുന്നുള്ളൂ. അതും പ്രിയപ്പെട്ട പ്രേക്ഷകരെ 2025 2 വിൻഡോകളാണുള്ളത്. ഒന്ന് ഒക്ടോബറിലും മറ്റൊന്ന് നവംബറിലും. അതായത് ബാക്കി എല്ലാ സമയങ്ങളിലും അർജന്റീന ടീം ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കണം എന്നുള്ളതാണ് ഫിഫയുടെ കലണ്ടർ പ്രകാരം. ആ ഫിഫയുടെ കലണ്ടറിൽ ആകെ ഒഴിവുള്ള 2 ആഴ്ച എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിൽ എനിക്ക് തോന്നുന്നു 8 മുതൽ 15 വരെയും നവംബർ മാസത്തിൽ 11 മുതൽ 19 വരെയുമുള്ള 2 വിൻഡോകൾ. ആ 2 വിൻഡോകളിലായിട്ട് 2 ഇന്റർനാഷണൽ ഗെയിം അർജന്റീനയ്ക്ക് കളിക്കാം താല്പര്യമുള്ള ടീമുമായി. അപ്പോൾ കേരളത്തിൽ വരുന്നത് ഒന്നുകിൽ ഒക്ടോബറിൽ അതല്ലെങ്കിൽ നവംബറിൽ. ഈ കാലയളവിൽ 2 മത്സരങ്ങൾ കളിക്കണം എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ താല്പര്യമായിട്ട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് അർജന്റീന അസോസിയേഷനുമായി സംസാരിക്കണം. അർജന്റീന അസോസിയേഷൻ അത് അംഗീകരിക്കണം. തത്വത്തിൽ അത് അംഗീകരിച്ച് കോൺട്രാക്ട് വരുത്തണം. അതിൻ്റെ ചിലവ് ആരേറ്റെടുക്കും? അഷ്കൽ പറഞ്ഞ 100 കോടി രൂപ മുടക്കി അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവരണോ, കേരളത്തിലെ കായിക മേഖല വികസിപ്പിക്കണോ എന്ന ചർച്ചയിലേക്ക് കേരളം താമസിയാതെ പോകും.
അനസ് എടുത്തൊടുക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അനസ് ചോദിക്കുന്നത് 60 ലക്ഷം രൂപ മുടക്കി സംസ്ഥാന അത്ലറ്റിക് മീറ്റ് നടത്താൻ കഴിയാത്ത നമ്മൾ എന്തിനാണ് മെസ്സിയെ കേരളത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അനസൊക്കെ ഇതിന്റെ ഒരു കാര്യം. അനസിന് സർക്കാർ ജോലി കിട്ടാത്തൊരു പ്രശ്നമുണ്ട് അല്ലേ? അദ്ദേഹം നാഷണൽ ലെവലിൽ വരെ അവർ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നല്ലോ. അനസെടുത്തൊടുക പരസ്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം അർഹതപ്പെട്ടവർക്കല്ലാതെ അത് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള പ്രതികരണങ്ങളൊക്കെ. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മെസ്സി വരുന്നത് കൊണ്ട് കേരളത്തിന് എന്ത് ഗുണം? നമുക്ക് വൈകാരികമായി മെസ്സിയെ കണ്ട് തൊട്ടുപോകാം എന്നതിനും അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ കായിക മേഖലയെ ഏതെങ്കിലും തരത്തിൽ ഈ അർജന്റീന എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൂടി പോകും. ഇത് താമസിയാതെ സീപ്ലെയിൻ്റെ അവസ്ഥയിലേക്ക് പോകുമെന്ന് തോന്നുന്നു അല്ലേ? അല്ലേ? മെസ്സി വരുമ്പോൾ ആലോചിച്ചാൽ അതെ അതെ, മെസ്സി വരുന്നു എന്ന് മെസ്സി തന്നെ പറയുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതി. അതുവരെ തൽക്കാലം ഇതെല്ലാം സ്വപ്നങ്ങളായിട്ട് വഹിക്കുക. സ്വപ്നത്തിൽ എന്തിനാണ് പിന്നെ അർദ്ധരാജ്യം അല്ലേ? നമുക്ക് പൂർണ്ണ രാജ്യം തന്നെ എടുക്കാം. വഖഫ് ബിൽ ഈ സമ്മേളനത്തിൽ തന്നെ എന്ന് മറ്റൊരു വാർത്ത കൂടിയുണ്ട് കേട്ടോ. ചർച്ചയ്ക്ക് സാവകാശം വേണമെന്ന് പ്രതിപക്ഷം സ്പീക്കറെ കാണുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്ന് പുതിയ വഖഫ് ബിൽ 25-ന് തുടങ്ങുന്ന ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. വലിയ രാഷ്ട്രീയ പ്രാധാന്യം കേരളത്തിലടക്കം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ വഖഫ് ബില്ല്. ആ ഭേദഗതി അനുകൂലിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമുദായവും ഒപ്പം ഹിന്ദു സമുദായത്തിലൊരു വിഭാഗവും ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് വർഗീയ വിഷയമായി പരിണമിക്കുന്നതിന് മുൻപ് മുനമ്പവും അതേപോലെ വയനാട്ടിലും അല്ലേ? തരൂ, എവിടെയാണ്? വയനാട്ടിൽ മാനന്തവാടി അപ്പോൾ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു വിഷയം എന്താ അറിയും? ഈ വഖഫിന്റെ അവകാശവാദമുള്ള ഭൂമികൾ ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ ഭൂമിയിലും വഖഫിന്റെ അവകാശവാദമുണ്ട്. അതങ്ങനെ ഒരു കമ്മ്യൂണലായിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ബോർഡും നാട്ടുകാരും തമ്മിലുള്ള വിഷയം മാത്രമായിട്ട് എടുക്കേണ്ട ഒരു സാധനമാണ്. അതെ, മാത്രമല്ല പലപ്പോഴും ഇതിനൊരു തീ കൊളുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വഖഫ് സംരക്ഷണ സമിതി ആണല്ലോ ഈ കേസ് പോയിരിക്കുന്നത്. വഖഫ് ബോർഡല്ല യഥാർത്ഥത്തിൽ കേസ് പോയിരിക്കുന്നത്, വഖഫ് സംരക്ഷണ സമിതിയാണ്. അപ്പോൾ ഈ സംരക്ഷണ സമിതി ഈ കേസ് പോയി ഈ നിലപാട് ഈ ഘട്ടത്തിൽ കടുപ്പിക്കേണ്ടതുണ്ടോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. രാജ്യം ഒന്നാകെ വഖഫ് ബില്ലിൻ്റെ ഭേദഗതിക്ക് എതിരായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാവുന്ന ഘട്ടത്തിൽ വഖഫ് സംരക്ഷണ സമിതി ചെയ്തത് ശരിയാണോ എന്ന് അവരന്വേഷിക്കട്ടെ എന്നത് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. JPC കാലാവധി നീട്ടണമെന്ന് പ്രതിപക്ഷം വഖഫ് ബില്ല് ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും. പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധമുണ്ടാവും. പക്ഷേ അപ്പോഴും മുനമ്പത്തെ മുൻനിർത്തിയായിരിക്കും ചർച്ചകൾ നടക്കുക. മാത്രമല്ല കേരളത്തിലെ പാർലമെൻറ്റിൽ പ്രത്യേകിച്ച് മുനമ്പം വിഷയം പാർലമെൻറ്റിലേക്ക് BJP കൊണ്ടുവരും. മുനമ്പം വിഷയമായിരിക്കും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധൂകരണമായി, ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പോകുന്നതും നിലവിൽ. അപ്പോൾ ഒറ്റ കാര്യം പറയണം. ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മുനമ്പം സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ലീഗ് ഉൾപ്പെടുന്ന സാദിഖ് അലി തങ്ങൾക്കെതിരെ വിമർശനം നടത്തിയെന്നുള്ളത് ലീഗ് പറയുന്നത്. കാരണം അതിൽ ഇത് വളരെ രമ്യമായി പരിഹരിക്കാൻ സാദിഖ് അലി തങ്ങൾ മുൻകൈ എടുത്തു. പക്ഷെ അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചൊടിപ്പിച്ചു. ഈ വഖഫിന്റെ വിഷയത്തിൽ എൻ്റെ സംശയം, പക്ഷേ നിങ്ങളിത് ലീഗിന്റെ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അന്ന് റഷീദ് അലി തങ്ങൾ അല്ലേ, റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡിൽ അംഗമായിരിക്കുമ്പോഴാണ്, ആ വഖഫ് ബോർഡ് ചെയർമാൻ ആയിരുന്നു റഷീദ് അലി തങ്ങൾ, വഖഫ് ബോർഡ് ചെയർമാൻ ആയിരുന്നു ഹംസ വരുന്നതിന് മുൻപ് അല്ലേ. അപ്പോൾ അന്നാണ് യഥാർത്ഥത്തിൽ ഈ നോട്ടീസ് അയക്കുന്നത്. ആ നോട്ടീസ് അയക്കുന്നതിന് കാരണമായി റഷീദ് അലി തങ്ങൾ പറയുന്നത് കോടതി ഉത്തരവാണെന്നാണ് അല്ലേ? അത് VS അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് നിസാർ കമ്മീഷനെ വെച്ച് ആ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവ് വന്നപ്പോൾ അത് കോടതി ഉത്തരവിനെതിരായിട്ട് ഇല്ലെങ്കിൽ അതിന് അനുകൂലമായ നടപടി വഖഫ് ബോർഡ് സ്വീകരിക്കുന്നില്ല എന്ന് ഘട്ടം വന്നപ്പോഴാണ് തുടർ നടപടികൾ ഉണ്ടായി എന്നാണ് അതാണ് ലീഗ് കോടതി പോയിട്ടില്ല എന്നാണ് റഷീദ് അലി തങ്ങൾ പറഞ്ഞത്. ഞങ്ങളായിട്ട്, അതായത് റഷീദ് അലി തങ്ങൾ ഇതിന്റെ ചെയർമാൻ ആയിരിക്കുന്ന ഘട്ടത്തിൽ ബോർഡായിട്ട് കോടതിയിൽ പോവുകയോ ഇതിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയോ നോട്ടീസ് അയക്കുകയോ ചെയ്തിട്ട്. പക്ഷേ നോട്ടീസ് അയച്ചു, കുടിയൊഴിപ്പിച്ചത് ഞങ്ങളല്ല, കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചത് ഞങ്ങളല്ല. നോട്ടീസ് അയച്ചു എന്ന് പറയപ്പെടുന്നത് ഇവിടെ രേഖകളില്ലാത്ത ആളുകൾക്ക്, അതായത് ഇതിലിപ്പം മുൻപ് വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെ പറയുന്നത് അവിടെ ചില ഭൂമാഫിയ വ്യക്തികൾ റിസോർട്ടുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ രേഖകളില്ലാതെ ഭൂമി കൈക്കലാക്കിക്കൊണ്ടിട്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോഴത്തെ സമരങ്ങൾക്കുൾപ്പെടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ കമ്മീഷൻ, ആ കമ്മീഷനാണ് ഇത്തരം റിപ്പോർട്ട് പിന്നീട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇത് കോടതിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അവിടെ പ്രദേശവാസികളുടെ അവസ്ഥ ഉൾപ്പെടെ ബാധിക്കാൻ കാരണമായി. ഇന്നത്തെ ദിവസം ഈ മുനമ്പം വിഷയം വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. കാരണം മുനമ്പത്തെ ഭൂമി ഫറൂഖ് കോളേജ് വിറ്റത് സെന്റിന് 500 രൂപയ്ക്കാണ്. പക്ഷെ അന്ന് പൊന്നും വിലയാണ്. അതെ, 500 മാത്രം. അതിൽ പറയുന്നത് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയത് സെന്റിന് 500 രൂപയ്ക്ക്. 1998 ഇതിനായി എറണാകുളത്തെ അഭിഭാഷകനെ ചുമതലപ്പെടുത്തി ഉഭയകക്ഷി കരാർ ഒപ്പിട്ടത്. അതിനു മുമ്പ് സെന്റിന് 45 രൂപയ്ക്കും മുനമ്പത്തെ ഭൂമി വിൽക്കാൻ മാനേജ്മെന്റ് കരാർ ഉണ്ടാക്കിയിട്ടുള്ളതായി രേഖകൾ വ്യക്തമാക്കുന്നു. ഇതിന്റെ രേഖയുടെ പകർപ്പും മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ വിവാദം, കാരണം അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായിരുന്ന MV പോളുമായാണ് ഈ കരാർ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ ഇതിൽ വരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി വരും. അത് റിയൽ എസ്റ്റേറ്റ് ആണ്, കൃത്യമായ റിയൽ എസ്റ്റേറ്റ് ആണ്. ആദ്യം ഇബ്രാഹിം സേട്ട് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു.
ഫറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അത് പിന്നീട് ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടും ഫറൂഖ് കോളേജിന് അവിടെ ഭൂമി ആവശ്യമില്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, ഫറൂഖ് കോളേജ് അത് തൊഴിലാളികൾക്ക് ആധാരം എഴുതി കൊടുക്കുന്നു. ആ ആധാരം എഴുതി കൊടുക്കുമ്പോൾ അതിനൊരു കോൺഗ്രസ് അഭിഭാഷകനായിരുന്ന പോളിനെയാണ് ചുമതലപ്പെടുത്തിയത്. എം വി പോളിനെയാണ് ഏർപ്പെടുത്തിയിരുന്നത് എന്നാണ് ഇപ്പോൾ പത്രവും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും ആ വിഷയത്തിൽ ഉത്തരം പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകും. എന്തായാലും മുനമ്പം വിഷയത്തിൻ്റെ സങ്കീർണതകൾ ഇന്നത്തെ ഉന്നതതല യോഗം പരിഹരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തീരുമാനം ഇന്ന് വരും. കോടതിയിൽ മുനമ്പത്തെ കുടിയൊഴിപ്പിക്കാതിരിക്കാൻ ആ മനുഷ്യർക്ക് വേണ്ടി നിയമപോരാട്ടം നടത്താൻ സർക്കാർ എങ്ങനെ പരിഹരിക്കുന്നുള്ളതിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അപ്പോൾ വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ് പരിഹരിക്കണോ, ഇത് വഖഫ് ഭൂമി തന്നെയാണ്, പക്ഷെ അവിടുത്തെ ജനങ്ങളോട് കുറച്ചൊരു കാരുണ്യം കാണിച്ച് അവർക്ക് വിട്ടുകൊടുത്തേക്കാം എന്ന അങ്ങനെ നിയമപരമായിട്ട് പറയാൻ കഴിയില്ല. വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് ആണ്. അപ്പോൾ വഖഫ് കൊടുത്താൽ പിന്നെ അതിനകത്ത് വേറെ ഒന്നുമില്ല, അത് മതപരമായ കാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കാം. വഖഫിന്റെ നിലപാട് അതിനകത്ത് നിർണായകമാണ്. പക്ഷേ പ്രശ്നമല്ല, അത് വഖഫ് ഭൂമി ആകില്ല എന്ന കോൺഗ്രസിന്റെ നിലപാടാണ് നിയമപരമായി നിലനിൽക്കുക. വഖഫ് ഭൂമി അല്ല എന്ന് മുസ്ലിം ലീഗ് സമ്മതിക്കുന്നില്ല. അതാണ് കോൺഗ്രസും ലീഗും തമ്മിലുള്ള വ്യത്യാസം. അതായത് സമസ്തയിൽ ഉൾപ്പെടെ ഒരു വിഭാഗം ശക്തമായി പറയുന്നുണ്ട് അത് വഖഫ് ഭൂമിയാണ്. ഉമർ ഫൈസി പരസ്യമായി പറഞ്ഞല്ലോ. ഉമർ ഫൈസി മുസ്തഫ മുണ്ടുപാറ, അതെ, മുസ്തഫ മുണ്ടുപാറ സുപ്രഭാതത്തിലെ ലേഖനം വഹാബികളാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുസ്ലിം ലീഗും അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നില്ല. വഖഫും ലീഗും തമ്മിലുള്ള തർക്കത്തിന്റെ ഒരു കാരണമായിട്ട് ഈ മുനമ്പത്തിന്റെ അവകാശവാദം മാറും. മാത്രമല്ല ഇതില് സമസ്തയുടെ നിലപാടെന്ന് പറയുന്നത് ആ വഖഫിന്റെ ഭൂമി അവിടെ വഖഫിന്റെ ഭൂമിയായി നിൽക്കട്ടെ, അതിന് പകരം മറ്റൊരു ഭൂമി ഏറ്റെടുത്ത് അവിടുത്തെ നാട്ടുകാർക്ക്. പക്ഷേ മത്സ്യത്തൊഴിലാളികളാണ്, അവർക്ക് മറ്റേ ഒരു സ്ഥലവും കൊടുത്താൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അവരുടെ ആവാസ വ്യവസ്ഥ മാത്രമല്ല അവർ സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത് ഇക്കഴിഞ്ഞ് 2022 വരെയും ടാക്സ് അടച്ചിരുന്ന ഭൂമിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വഖഫ് ആവണമെങ്കിൽ വിശ്വാസപരമായിട്ട് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഇത് ഒരു കണ്ടീഷൻ വെക്കാൻ പറ്റില്ല. ഒരു കണ്ടീഷൻ ഫറൂഖ് കോളേജ് അവരുടെ ആവശ്യത്തിനല്ല ഉപയോഗിക്കുന്നെങ്കിൽ തിരിച്ചു തരണം. അതൊരു കണ്ടീഷനായി. കണ്ടീഷൻ വെക്കാൻ പറ്റില്ല. അതാ വിശ്വാസപരമായി പറയുന്നത് ഒരു വസ്തു വഖഫ് കൊടുക്കാൻ ദൈവത്തിന് സമർപ്പിക്കാന്നാണ്. ദൈവത്തിന് മുമ്പിൽ കണ്ടീഷൻ ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു തരണം, ഇല്ലെങ്കിൽ ഇന്നതിന് ഉപയോഗിക്കണം എന്നുള്ള ഒരു മാനദണ്ഡം വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ആവശ്യക്കാരാണ് അത് എന്ത് വിദ്യാഭ്യാസത്തിന് നിലവാക്കണോ അല്ലെങ്കിൽ മതപരമായ ആവശ്യങ്ങൾക്ക് ഇതാക്കണോ എന്നൊക്കെ അത് അതിന് ബന്ധപ്പെട്ട മഹല്ല് കമ്മിറ്റിയോ ഒരു കാര്യം ഉറപ്പാണ്, അത് ഇതിനെ മുൻപിൽ വെച്ചുകൊണ്ടാണ് വഖഫ് ബിൽ ഭേദഗതി വരുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അത് രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് മുനമ്പത്തെ വിഷയം ഒരു മനുഷ്യാവകാശ റവന്യൂ അവകാശ വിഷയമായിട്ടാണ് നമ്മളടക്കം കണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതേ മേൽവിലാസത്തിൽ ആ ഭൂമി തിരിച്ചു കിട്ടുക എന്നുള്ളത് ന്യായമായ അവകാശമാണ്. അതിന് കോടതിയിൽ പോരാടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ സർക്കാർ ഇതിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് നിർണായകമായിരിക്കും. ഇന്നിപ്പോൾ ഉന്നതതല യോഗം ചേരുന്നുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും മതമേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ നേരത്തെ കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു. ഏറ്റവും അനുകൂലമായൊരു നിലപാട് വരാപ്പുഴ അതിരൂപതയിൽ പോയി ലീഗ് നേതാക്കൾ കണ്ട് ഒരു സംയമനത്തിലുള്ള വഴി തെളിഞ്ഞു എന്നതാണ്. അതായത് ഇപ്പോൾ BJPയുടെ രാഷ്ട്രീയം പറയുന്നുണ്ട് നമ്മളതിൽ, വഖഫ് ബില്ല് മുന്നിൽ കണ്ടുള്ള നീക്കാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയം ഇതിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം സംസ്ഥാന സർക്കാരിന് ഇടപെട്ടാൽ ആദ്യഘട്ടത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്ന വിഷയമായിരുന്നു. പക്ഷേ ഇതൊരു പക്ഷേ ചർച്ചയാവുകയാണെങ്കിൽ അത് UDF ഒരു ആശയക്കുഴപ്പമുണ്ടാകും. അപ്പോൾ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ കോൺഗ്രസ് ഒരു ഭാഗത്ത് പറയുന്നത് അത് വഖഫ് ഭൂമിയല്ല, മുസ്ലിം ലീഗും സമസ്തയെ പോലെയുള്ള മത സാമുദായിക സംഘടനകൾ പറയുന്നത് വഖഫ് ഭൂമിയാണ്. ഈ ആശയക്കുഴപ്പം ഒരു പരിധിവരെ മുതൽക്കൂട്ടാവുന്നത് ആർക്കായിരിക്കും? LDF-നായിരിക്കും. അപ്പോൾ ഇത് മുന്നിൽ കണ്ട് നടപടി വൈകിപ്പിച്ചതാണെന്നുള്ള ചോദ്യം ലീഗ് അവിടെ ഉണ്ട്. നമുക്കാകെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയം കളിക്കാൻ ഒരുപാട് സമയവും സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ മുനമ്പത്തെ 614 കുടുംബങ്ങൾ, അവരെ സംബന്ധിച്ച് അതിലെ റിസോർട്ട് മാഫിയകൾ നമുക്ക് വിടാം. പക്ഷേ സാധാരണ മത്സ്യത്തൊഴിലാളികളുണ്ട്, അവരുടെ അവകാശങ്ങളുടെ മേൽ കടന്നു കയറുന്ന രാഷ്ട്രീയം ദയവ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് മാത്രമേ പറയുള്ളൂ. നോട്ടീസ് എന്തുകൊണ്ട് ഈ സമയത്ത് വന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഒരുപാട് കാലം മുമ്പുള്ള പ്രക്രിയയാണ്. അത് കഴിഞ്ഞാൽ അത് മുനമ്പത്ത് വരുന്നു, അത് വിവാദമായി നിൽക്കുമ്പോൾ തന്നെ മാനന്തവാടി വരുന്നു, മറ്റു പലയിടങ്ങളിലും വരുന്നു. അഥവാ ലോക്സഭയിൽ ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് സംശയം. വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുള്ള ചില ആളുകളുടെ ഇടപെടൽ ഇതിൽ ഒരുപാട് ദുരൂഹതകൾ ഉയർത്തുന്നുണ്ട്. വഖഫ് ബോർഡിനില്ലാത്ത താല്പര്യം വഖഫിന്റെ സംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ നേരെ കൊണ്ട് ഇത് കൊടുക്കുന്നത് BJPക്കാണ്. അത് പാർലമെന്റിൽ ബില്ല് വന്ന് JPCയിൽ ഇത് വലിയ തർക്കമായി നിന്ന് അവിടെ വലിയ ബഹളങ്ങളായി പല യോഗങ്ങളും അലങ്കോലമായി നിന്ന് ഇത് വീണ്ടും പാർലമെന്റിലേക്ക് വരാൻ പോകുന്ന സമയത്താണ് തുടർച്ചയായിട്ട് കത്തുകൾ പോകുന്നത്. അതത്ര ആസൂത്രിതമല്ല, നിഷ്കളങ്കമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റാണ്. നമുക്ക് സ്റ്റേഡിയത്തിലോട്ട് കടക്കണം. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ കളിക്കാരൊക്കെ എത്തിക്കാണ്. അപ്പോൾ അർജന്റീന വരുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. മെസ്സി വരുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. അല്ല, ഞാൻ വ്യക്തിപരമായിട്ടൊരു CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകനാണ്. പക്ഷെ ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ മെസ്സിയെ സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, മെസ്സിയുടെ കളികൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ റൊണാൾഡോന്റെ ആളാണ്, മെസ്സിയുമായിട്ട് അവനൊരു ബന്ധമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫുട്ബോൾ ആരാധകരിലേക്ക് ഇറങ്ങാം. അതിനു മുൻപ്